ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരവുമായൊരു ലോബ്സ്റ്റർ സ്റ്റിർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇടത്തരം വലിപ്പത്തിലുള്ള ലോബ്സ്റ്റേഴ്സ് ആണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ എങ്ങനെയാണ് ലോബ്സ്റ്റർ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ലോബ്സ്റ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലോബ്സ്റ്റർ സ്റ്റിർ ഫ്രൈ തയ്യാറാക്കാനായി തുടങ്ങാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ബട്ടർ ഗാർലിക് സോസിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ സോസിലേക്ക് ലോബ്സ്റ്റേഴ്സ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. സോസ് എല്ലാം നല്ല രീതിയിൽ ലോബ്സ്റ്ററിൽ പിടിക്കാനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ലോബ്സ്റ്റർ തിരിച്ചും മറിച്ചുമിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം.
വളരെ സോഫ്റ്റായ മാംസമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം തിരിച്ചും മറിച്ചും ഇടാൻ. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ലോബ്സ്റ്ററിന്റെ തലയുടെ ഭാഗത്തെ പുറന്തോട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ലോബ്സ്റ്റർ സ്റ്റിർ ഫ്രൈ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ലോബ്സ്റ്ററിന്റെ മുകളിലായി കുറച്ച് വെളുത്തുള്ളും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഓറഞ്ചും ടൊമാറ്റോയും സ്ലൈസ് ചെയ്തത് കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ട് ലോബ്സ്റ്ററിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക് യു.